ഇപ്പോൾ പി ജയചന്ദ്രൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു മഹാഗായകൻ്റെ വിടവാങ്ങലിന് അരങ്ങ് ഒരുങ്ങുകയാണ്. ഈ പാട്ടുകാരൻ നമ്മെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇവിടെ ബാക്കിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര തലമുറകൾ കടന്നുപോയാലും പി ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ ശബ്ദമാധുര്യം മലയാളി ആസ്വദിച്ചുകൊണ്ടിരിക്കും. ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഷക്കാരും ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. കാരണം താരതമ്യങ്ങളില്ലാത്ത ഗായകൻ ആണ് പി ജയചന്ദ്രൻ. സൂരജ് സജിയുടെ തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് സജി, പറയൂ. മലയാള സിനിമാ ലോകത്തോട് വിട പറഞ്ഞ പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരം കുടുംബത്തിന് കൈമാറിയിരിക്കുന്നു. അമല ആശുപത്രിയിൽ നിന്ന് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ, ജയരാജ് വാര്യർ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു. രാവിലെ 8 മണിക്ക് മുൻപ് ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹം കൊണ്ടുപോകും, അതായത് പൊതുദർശനത്തിനായി കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 1 മണിക്കൂർ വൈകിയിരിക്കുന്നു. എന്നാൽ പോലും ഇപ്പോൾ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ, ജയരാജ് വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ജയരാജ് വാര്യരുമൊക്കെയായി ഏറെ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളായിരുന്നു പി ജയചന്ദ്രൻ. പലപ്പോഴും ഇവരുടെ പാട്ട് ചർച്ചകളും അതോടൊപ്പം തന്നെ സിനിമാ ചർച്ചകളിലും എല്ലാം തന്നെ രണ്ടുപേരും ഒന്നിച്ച് പങ്കെടുത്ത നിരവധി നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജയരാജ് വാര്യർക്കടക്കം വലിയ ആത്മബന്ധമുള്ള ആളാണ് പി ജയചന്ദ്രൻ. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് ശ്വാസതടസ്സത്തെ തുടർന്ന് എത്തിക്കുന്നത്. പിന്നീട് ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി. പക്ഷേ 7:54 മരണത്തിന് കീഴടങ്ങുന്നു. അതിനുശേഷം ഈ മോർച്ചറിയിലേക്ക് ഇന്നലെ മൃതദേഹം മാറ്റി. തുടർന്നാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പൂങ്കുന്നത്തെ ഈ വീട്ടിലേക്കായിരിക്കും ഈ മൃതദേഹം കൊണ്ടുപോകുക. അദ്ദേഹം ഏറെക്കാലമായി പൂങ്കുന്നത്ത് ഫ്ളാറ്റിലായിരുന്നു താമസം. ഇത് ഈ ഭാര്യയുടെ വീടാണ്. ഭാര്യയുടെ തറവാട്ട് വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ ഇനി 9 മണിയായിരിക്കുന്നു. ഒരു 9:15 മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം 10 മണി വരെയായിരുന്നു അവിടെ പൊതുദർശനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അല്പസമയം കൂടി വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് 10:30 തൃശ്ശൂർ സംഗീത അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് എത്തിക്കും. അവിടെയാണ് ഈ പൊതുദർശനം. പിന്നീടുള്ള ഈ തൃശ്ശൂർ പൗരാവലിക്കടക്കം അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നത് ഈ റീജിയണൽ തിയേറ്ററിലാണ്. അവിടെ 10:30 ഇപ്പോൾ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10:30 റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം ആരംഭിക്കും. അത് 1 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി വരെ നീട്ടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളടക്കം ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും മലയാള സിനിമാ ലോകത്തെയും സംഗീത ലോകത്തെയും എല്ലാം സംബന്ധിച്ച തീരാ നഷ്ടമാണ്. നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ ഹൃദയത്തിൽ ചേക്കേറിയ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ അങ്ങനെ വിട ചൊല്ലുകയാണ്. പി ജയചന്ദ്രൻ ഈ തൃശ്ശൂരിനോട് വിട ചൊല്ലാൻ ഒരുങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കാണ് ഇവിടെ നിന്ന് അമല ആശുപത്രിയിൽ നിന്ന് തുടക്കമാകുന്നത്. ഇന്നലെ ഇങ്ങോട്ടേക്ക് 7 മണിക്ക് എത്തുന്ന സമയത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി, ഒരുപക്ഷെ വീണ്ടും ഒരു മടങ്ങിവരവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ തവണയും, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപൊക്കെ ഇതേപോലെ രോഗാവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്തെല്ലാം അദ്ദേഹം മടങ്ങിപ്പോകുന്നത്, കൂടുതൽ ഊർജ്ജസ്വലനായി മടങ്ങിപ്പോകുന്നതാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ മടങ്ങിവരവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ഞെട്ടലിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വിടവാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ, അവസാന യാത്രയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. അമല ആശുപത്രിയിൽ നിന്ന് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്കുള്ള യാത്ര, അതായത് ആംബുലൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി ജയചന്ദ്രന് വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് കേരളം. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിൽ പൂങ്കുന്നത്ത് പൊതുദർശനം ഉണ്ടാകും.